നിങ്ങൾ ഏത് മതക്കാരും ഈ ആദി തെറ്റായ സമ്പ്രദായം കേട്ട് പഠിച്ചിട്ട് ഇന്ന് അതിന് പുതിയ ഇതും പഴയതുമാക്കി മാറ്റിയും തിരിച്ചും ഈ 600-ലധികം കർത്തനാളന്മാരിരുന്ന് പടച്ചുണ്ടാക്കുന്ന കർമ്മം ഈ പോപ്പിനെ കൊണ്ട് പറയിപ്പിക്കുകയല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലാകണം. ഇതും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ആ മതത്തിന്റെ ആശയങ്ങൾ വിട്ടുപോയെന്ന് മാത്രമല്ല, അത് പിശാചിന്റെ അറിവായിട്ട് മാറിക്കഴിഞ്ഞിട്ട് ലോകത്തെ തമ്മിലടിക്കാനുള്ള സംഗതിയെല്ലാം ഉണ്ടാക്കി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത് ഇപ്പോഴും ഇനി അതൊന്ന് തുടങ്ങുകയാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എടുത്തില്ലെങ്കിൽ വീണ്ടും കുഴയും. കാരണം ഈ സീസൺ ഒരു ദിവസം കഴിഞ്ഞു കിട്ടിയാൽ അങ്ങനെ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ദിവസം കഴിയണം. അപ്പോഴാണ് അവന്റെ ആ കാലം ഒന്നുകൂടി തെളിയിക്കുകയാണ് ചെയ്തത്. അതാണ് അമ്പ ചെയ്തത്. ഇക്കാര്യം നിങ്ങൾക്കറിയില്ല. ഇതുപോലെ തന്നെയാണ് നബി പറയുന്നതും. നീ അല്ലാതെ മറ്റൊന്നില്ലാന്ന് ഇത്രയും ശക്തിയായി വിശ്വസിച്ച എന്റെ അടുത്ത് നീ എന്തപ്പാ ചെയ്യുന്നത്? എന്നെ ഈ പിഴച്ച ജനങ്ങളുടെ മുമ്പിലേക്ക് എന്തിനു വലിച്ചെറിഞ്ഞ്? ഈ ഖേദമൊന്നും നിങ്ങൾക്ക് കേട്ടുടാ. ഇതുപോലെ ശ്രീരാമന് മനസ്സിലായപ്പോഴ് പിന്നെ ഇവരോടൊന്നും പറയുന്നില്ല, ചെയ്തതെല്ലാം തെറ്റ് പോവുകയാണ്. ഇത് തന്നെയാണ് ഈ വലിയ താപസയില് വിവേകാനന്ദൻ പൂ കണ്ടവനാണെങ്കിൽ രാമതീർത്ഥര് പൂ ആശ്വസിച്ചവനാണെന്ന് വലിയ മഹാന്മാരൊക്കെ പറയുന്നു. ഫലം എന്തായി? ഈ രാമതീർത്ഥരും അവിടെ തന്നെ പോയി. ഇതിനിന്നും ഈ വെള്ളത്തിൽ കെട്ടിത്താത്താനുള്ള പണി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മുതല തിന്നാൽ ആ ഭാഗ്യമെങ്കിലും കിട്ടുമെങ്കിൽ ഇന്ന് കരുതിയാണോ ഈ ശ്രീരാമൻ അവിടെ ചാടിയത്? എന്താണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഇത് പുണ്യം എന്ന് പറഞ്ഞിട്ട് ആ ഗംഗാജലം കൊണ്ടുവന്ന് ഇവിടെ പൈസയ്ക്ക് വിൽക്കുന്നു.